കല്യാണി അന്വേഷിച്ചു പോയ അനിയൻകുട്ടനെ റോഡിൽ വെച്ച് വെല്ലുകുഞ്ഞ് കണ്ടു. കാര്യം അറിഞ്ഞ വെല്ലുകുഞ്ഞ് അമ്പലത്തിലെല്ലാം പോയി നോക്കിയിട്ടും കല്യാണിയെ കണ്ടില്ല എന്നാ ഞാൻ വിളിച്ചപ്പോ പറഞ്ഞ്. എനിക്ക് പേടിയാവുന്നു സാർ. എന്റെ മോൾക്ക് എന്ത് പറ്റിയെന്നറിയാൻ വയ്യ. എന്നും അവള് കാരണം ഓരോ പ്രശ്നങ്ങളാ. അവൾക്ക് വല്ലതും സംഭവിച്ച നിങ്ങളുടെ മോളി കാണിക്കുന്നത് ശുദ്ധ തെമ്മാടിത്ത. ഞാൻ മുംബൈയിൽ നിന്ന് വിളിച്ചു വരുത്തിയ അനന്തരവനുമായിട്ട് കല്യാണത്തിന് ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. എന്നിട്ടും ആഴ്ച വിട്ടിരിക്കുകയാണോ നിങ്ങൾ അവളെ? ഇനി കല്യാണത്തിന് വരുന്നവരോട് ഞാൻ എന്ത് പറയും? വിലാസിനി, ദാസേട്ടൻ കല്യാണിയെ കാണാതിരിക്കുന്ന വിഷമത്തിൽ നിൽക്കുമ്പോ കുറ്റപ്പെടുത്തുകയാണോ നീ? കുറ്റപ്പെടുത്തുന്നതല്ല ചേച്ചി. കല്യാണിയെ ഈ സമയത്ത് കാണാതായതിന്റെ പിന്നിൽ നമ്മൾ അറിയാത്ത എന്തൊക്കെയോ പ്ലാനിംഗ് ഉണ്ടെന്നായി എനിക്ക് തോന്നുന്നത്. പറയാം. കല്യാണിയുടെയും ചന്ദ്രന്റെയും കല്യാണം നടക്കുന്നത് ഇഷ്ടപ്പെടാത്ത ആരോ കല്യാണിയെ പ്ലാൻ ചെയ്ത് തട്ടിക്കൊണ്ടുപോയെന്നായി എനിക്ക് തോന്നുന്നത്. തട്ടിക്കൊണ്ടുപോയെന്നാ ആരെന്തൊക്കെയാ വിളിച്ചു പറയുന്നേ? നോക്ക് വിലാസിനി, ഒന്നാമത് ദാസ് കല്യാണിയെ കാണാത്തതിന്റെ വിഷമത്തിലിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ നിന്റെ നശിച്ച വർത്തമാനം കൂടെ ആവുമ്പോ നീ വെറുതെ മനുഷ്യനെ വെറുപ്പിക്കരുത്. വെറുപ്പിക്കലല്ല ചേട്ടാ, എനിക്ക് അത്രയ്ക്ക് ഉറപ്പുണ്ടായിട്ട് തന്നെയാ ഞാനീ പറയുന്നത്. കല്യാണിയുടെയും ചന്ദ്രന്റെയും കല്യാണം മുടക്കാൻ ആഗ്രഹമുള്ള ഒരാളാ ഈ പണി ചെയ്തിരിക്കുന്നത്. വിലാസിനി, കല്യാണിയെ കുറ്റപ്പെടുത്താൻ അതും ഇതൊന്നും വിളിച്ചു പറയരുത്. അഥവാ അങ്ങനെയാണ് നിന്റെ സംശയമെങ്കിൽ പറ, ആരാ കല്യാണി തട്ടിക്കൊണ്ടുപോയത്? പറയടി, പറയാം. ഞാനെന്തിനാ പേടിക്കുന്നേ? പറയുന്നത് സത്യമാണല്ലോ. കല്യാണിയെ ഇപ്പൊ തട്ടിക്കൊണ്ടു പോയത് ഇവിടുത്തെ വലിയ കുഞ്ഞ തൃച്ചംബരത്തെ ആനന്ദകൃഷ്ണൻ. വിലാസിനി, ആരെക്കുറിച്ചാ സംസാരിക്കുന്നതെന്ന് നിനക്ക് ഓർമ്മ വേണം. എന്റെ മോനെ കുറിച്ച് നിന്റെ പുഴുത്ത നാവെടുത്ത് പ്രയോഗിച്ച വെട്ടിയെറിഞ്ഞ അടുപ്പിൽ വെക്കും ഞാൻ. ചേച്ചി, ഞാൻ പറയുന്നത് പണ്ടിതുപോലെ ആനന്ദിന് കല്യാണിയോട് പ്രേമമാണെന്ന് പറഞ്ഞുണ്ടാക്കി നീ. ഇന്നിപ്പോ ആനന്ദ് കല്യാണിയെ തട്ടിക്കൊണ്ടുപോയെന്ന് ഒരു ഉളുപ്പുമില്ലാതെ കള്ളം പറയുന്നു. ഇത്ര വിവരം കെട്ടവളായി പോയല്ലോ നീ. ചന്ദ്രപ്രതാപുമായിട്ടുള്ള കല്യാണം ഒരു തടസ്സവും വരാതെ നടത്തിക്കൊടുക്കാന്ന് ഞാൻ കല്യാണിക്ക് വരം കൊടുത്തിട്ടുണ്ട്. ഞാൻ കൊടുത്ത വരം നടത്തിത്തരാനേ എന്റെ മോൻ ശ്രമിക്കൂ. അല്ലാതെ ഞാൻ കൊടുത്ത വരം തടസ്സപ്പെടുത്താൻ എന്റെ മോൻ ചിന്തിക്ക പോലുമില്ല. ഞാൻ തെളിയിച്ചു തരാത്. കല്യാണിയെ കാണാനില്ലെന്ന് അമ്മ അറിഞ്ഞു കാണും. ഹലോ അമ്മേ. ആനന്ദ്, നീ കല്യാണി അന്വേഷിച്ചു പോയിട്ട് കണ്ടോ? അവളെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇതുവരെ ഒരു വിവരം കിട്ടിയില്ലമ്മേ. ഇപ്പോഴും അന്വേഷിക്കുക. എന്നാൽ അന്വേഷണമൊക്കെ ഇനി പിന്നീട് മതി. നീ പെട്ടെന്ന് വീട്ടിലേക്ക് മടങ്ങി വരണം. അഖിലെ, ആനന്ദ് കല്യാണി അന്വേഷിക്കട്ടെ. അവനെ എന്തിനാ തിരികെ വിളിക്കുന്നത്? കൃഷ്ണേട്ട പ്ലീസ്. അമ്മേ, ഞാൻ കല്യാണിയുടെ കാര്യം തന്നെയാ. നീ അമ്മ പറഞ്ഞത് കേട്ടില്ലേ? ഉടൻ നീ തൃച്ചംബരത്തെത്തണം. ഉടൻ. ശരി അമ്മേ.
ആനന്ദ് കല്യാണിയെ തിരയുന്നതിനിടയിൽ വിളിച്ചു വരുത്തേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു അഖിലെ? വേണം. അവൻ ആദ്യം ഇവിടെ വരട്ടെ, ബാക്കി വന്നു കഴിഞ്ഞിട്ട്. ദാസ് വിഷമിക്കണ്ട, കല്യാണിക്കൊന്നും സംഭവിക്കില്ല. അവൾ ഇപ്പൊ എങ്ങ് മടങ്ങിയെത്തും. ആദ്യം ആനന്ദ് ഒന്ന് വന്നോട്ടെ, സമാധാനമായിട്ടിരിക്കും. ആ ബ്രോ, എന്തെങ്കിലും വിവരം കിട്ടിയോ? ഒരു വിവരവും കിട്ടിയില്ല. അമ്മ എന്നെ ഇപ്പൊ വിളിച്ചിരുന്നു. അത്യാവശ്യമായിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. എന്താ ബ്രോ കാര്യം? അതറിയില്ല. ഉടൻ തൃച്ചംബരത്ത് എത്തണമെന്ന് പറഞ്ഞു. ആ ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി. ഉറപ്പിക്കാം, തൃച്ചംബരത്തൊരു അപമൃത്യു സംഭവിക്കാൻ പോവുകയാണ്. നീ ഇതാരെ വിളിക്കുന്നേ? ഇളയച്ചനെ വിളിച്ചിട്ട് ഫോൺ കിട്ടുന്നില്ല. കൊള്ളാം. ലോകം മുഴുവൻ തീർത്ഥാടനമായിട്ട് നടക്കുന്ന ഇളയച്ചനെ എന്നെങ്കിലും ഫോണിൽ കിട്ടിയിട്ടുണ്ടോ? അത് വിട്ട് നീ വേറെ വല്ല പണി നോക്ക്. കൃഷ്ണയുടെ പോരുത്. കല്യാണിയെ കാണാനില്ല. അന്ന് ഇളയച്ചൻ പറഞ്ഞതുമായി കൂട്ടി വായിക്കുമ്പോ ഭയം തോന്നുക എനിക്ക്. അഖിലെ പ്ലീസ്, കൂട്ടി വായിക്കാവുന്നതേ കൂട്ടി വായിക്കാൻ ശ്രമിക്കാവൂ. അല്ലെങ്കിൽ അത് അർത്ഥമില്ലാത്ത വെറും വാക്കുകളായി പോകും. ഈ കാര്യത്തിലും അതെ. ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് നീ മനസ്സിന് സ്വയം ബോധ്യപ്പെടുത്തിയാൽ മതി. ഭയമൊക്കെ അങ്ങ് പമ്പ് കിടക്കും, അത്രയേ ഉള്ളൂ. ശരി ശരി, ഏതായാലും എത്രയും വേഗം നമുക്കിവിടെ ശ്രീചക്ര പൂജ നടത്തണം. ഇളയച്ചനെ കൊണ്ട് വേണം കർമ്മം ചെയ്യിക്കാൻ. അഖിലെ, അതിനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്തു കഴിഞ്ഞു. ഇളയച്ചൻ വന്നാലും ഇല്ലെങ്കിലും ഈ മാസം അവസാനത്തോടുകൂടി അത് നടക്കും. പക്ഷെ ഇപ്പോഴും എനിക്ക് തോന്നുന്നത് കല്യാണിയെ തിരക്കി ഇറങ്ങിയ ആനന്ദിനെ നീ തിരികെ വിളിക്കരുതായിരുന്നു എന്നാ. അത് ആ വിലാസിനി പറഞ്ഞത് കൃഷ്ണയുടെ കേട്ടില്ലേ? ആനന്ദാണത്രേ കല്യാണിയെ തട്ടിക്കൊണ്ടുപോയതെന്ന്. എനിക്കതല്ലാന്ന് തെളിയിക്കണം. അതിന് ആനന്ദ് ഇവിടെ വന്നേ പറ്റൂ. എനിക്ക് മനസ്സിലായി. എന്റെ അനുജനെ പറ്റിയ അബദ്ധമാണ് വിലാസിനി. ഇവിടെ എന്ത് സംഭവിക്കുമ്പോഴും അവൾ മാത്രം ഇടം തിരിഞ്ഞു നിൽക്കും. അവൾ മാത്രം അഹിതമായത് സംസാരിക്കും. അതവളുടെ സ്വഭാവമാണ്. അവളെ നന്നാക്കാനും പറഞ്ഞ് ബോധ്യപ്പെടുത്താനുമാണ് നിന്റെ ശ്രമമെങ്കിൽ കാറ്റിന് വേലി കെട്ടുന്നത് പോലെയാണെന്ന് ഞാൻ പറയും. ഇറ്റ്സ് ഓഫ് നോ യൂസ് അറ്റ് ആൾ. ചേച്ചി, വലിയ എന്റെ മോള്. ദാസേട്ടൻ വിഷമിക്കരുത്. കല്യാണിക്ക് ഒന്നും സംഭവിക്കില്ല. അവളെ ഞങ്ങൾ കൊണ്ടുവരും. ചേച്ചി, ചേച്ചി, ആ ചേച്ചി, ദേ ആനന്ദ് വന്നിട്ടുണ്ട്. ആനന്ദ്, ആനന്ദ്,
മാം, അമ്മ എന്തിനാ അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞത്? അമ്മേ, കല്യാണി കണ്ടായിരുന്നോ? അതല്ല, വിളിച്ചു വരുത്തിയ കാര്യം വേറെയാ. ആനന്ദ്, കല്യാണിയെ ചന്ദ്രൻ കല്യാണം കഴിക്കുന്നതിൽ നിനക്കെന്തെങ്കിലും എതിർപ്പുണ്ടോ? അതെന്താ അമ്മ അങ്ങനെ ചോദിച്ചത്? കാരണമുണ്ട്. ചന്ദ്രപ്രതാപിന്റെയും കല്യാണിയുടെയും വിവാഹം മുടക്കാൻ വേണ്ടി നീ കല്യാണിയെ തട്ടിക്കൊണ്ടുപോയെന്നാ വിലാസിന് പറയുന്നു. വാട്ട്? ഈ സ്ത്രീക്ക് എന്താ തലയ്ക്ക്? ബ്രോ പ്ലീസ്. കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇത്രയും നാളെ ഇളയമ്മ കല്യാണിയുടെ മേത്തായിരുന്നു കുതിരകയറ്റം. ഇപ്പൊ ബ്രോയുടെ മേത്തായല്ലേ? കൊള്ളാം, ബെസ്റ്റ്. അമ്മേ, ഈ നിൽക്കുന്ന ബ്രോ അല്ല കല്യാണി കാണാതെ അവളുടെ കാരണക്കാരൻ. അതാരാണെന്ന് ഞാൻ പറയാം. ഈ ഇളയമ്മ ഒരു ഒറ്റൊരുത്തിക്കാരനാ കല്യാണി വീട് വിട്ട് പോയത്. എന്ത്? കല്യാണിയെ കാണാതാവാനുള്ള കാരണം വിലാസിനെയാണെന്നോ? അതെ അച്ഛാ. ഈ ഇളയമ്മ കല്യാണിയെ ചട്ടുകം വെച്ച് പേപ്പട്ടിയെ തല്ലുന്ന പോലെ തലങ്ങും വിലങ്ങും അടിച്ച് പുറത്താക്കുമായിരുന്നു. അതിനുശേഷം കല്യാണി കാണാതായത്. അരവിന്ദ് പറഞ്ഞതൊക്കെ സത്യമാണോ? നീ കല്യാണിയെ ദേഹോപദ്രവം ചെയ്തോ? ചെയ്തോന്ന് ചോദിച്ച കേട്ടില്ലേ വിലാസിനി? നീ കല്യാണി ഉപദ്രവിച്ചോന്ന് ഉത്തരം പറയാൻ. അത് ഞാൻ പിന്നെ ചേച്ചി നീ ഇങ്ങനെ പതറുമ്പോഴേ അറിയാം നീ കല്യാണിയെ നന്നായി ഉപദ്രവിച്ചെന്ന്. എന്ത് ജന്മമാടി നീ, നാശൂരം പിടിച്ചവളെ. ആ മോതിരം കാണാതെ പോയതിന്റെ വിഷമത്തിൽ ഞാൻ ചെറുതായിട്ടൊന്ന് തട്ടിയതേ ഉള്ളൂ. അല്ലാതെ ഈ അരവിന്ദ് പറയുന്ന പോലെ വലുതായിട്ടൊന്നും ഞാൻ ഉപദ്രവിച്ചില്ല. അതുകൊണ്ടൊന്നും അല്ല അവൾ ഇവിടുന്ന് പോയത്. ഈ അരവിന്ദ് വെറുതെ ആടിനെ പട്ടിയാക്കാൻ നോക്കുക. പട്ടിയല്ല, പേപ്പട്ടി. പക്ഷെ അത് ചെയ്തോണ്ടിരിക്കുന്നത് നിങ്ങളാ. വലിയൊരു കണ്ടുപിടുത്തം. ബ്രോ കല്യാണി കിഡ്നാപ്പ് ചെയ്തത്രേ. കഷ്ടം തന്നെ. വിലാസിനി, നിനക്ക് തട്ടിക്കളിക്കാൻ കല്യാണി നിന്റെ കളിപ്പിള്ളയൊന്നുമല്ല. അവൾ ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ബ്രാൻഡ് അംബാസഡറാണ്. ആ പദവി ഇങ്ങനെ വഴിയെ പോകുന്നവർക്ക് കിട്ടുന്ന ഒന്നല്ല എന്ന് നീ മനസ്സിലാക്കണം. പിന്നെ നീ കാണിച്ച ഈ നെറുകേട്ടിന് നിന്റെ കാരണം അടിച്ചു പൊട്ടിക്കാത്തത് പെണ്ണിനെ അടിക്കുന്നത് ആണത്തമല്ല എന്ന് കരുതിയിട്ട് മാത്രമല്ല. ഞാൻ നിന്നെ അടിച്ചാ പിന്നെ എന്റെ അനിയൻ നിന്നെ കൂടെ പൊറപ്പിക്കില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാ. അത് ഓർമ്മ വെച്ചാൽ നിനക്ക് കൊള്ളാം. ജസ്റ്റ് എ മിനിറ്റ് കൃഷ്ണേട്ടാ, ഈ വിഷയം കുറച്ചുകൂടി റീസണബിൾ ആയിട്ട് വേണം നമ്മൾ കൈകാര്യം ചെയ്യാൻ. വിലാസിന് നാളെ ദാസേട്ടന്റെ സമ്മതക്കാരിയാകാൻ പോകുന്നവളാ. അതുകൊണ്ട് തന്നെ വിലാസിനോട് മനസ്സിലെ സംശയം ഇപ്പോഴേ തീർത്തു കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം. മോനെ, എന്തു പ്രശ്നം വന്നാലും ചന്ദ്രപ്രതാപിന്റെയും കല്യാണിയുടെയും കല്യാണം നടത്തി കൊടുക്കണമെന്ന് കല്യാണി എന്റെ കയ്യിൽ നിന്ന് വരം വാങ്ങിയതാ. ഞാൻ ആ വാക്ക് കൊടുക്കുകയും ചെയ്തു. തൃച്ചംബരം കുടുംബക്കാര് കൊടുത്ത വാക്ക് പാലിക്കുന്നവരാ. അതുകൊണ്ട് തന്നെ നാളെ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് കല്യാണി ഇവിടെ ഈ ഹാളിലെത്തിയിരിക്കണം. വിലാസിനി നിന്നിൽ ആരോപിക്കുന്ന കളങ്കം എനിക്ക് തിരുത്തിയേ പറ്റൂ.
അതിന് സാധിച്ചില്ലെങ്കിൽ പിന്നെ ഈ അമ്മയെ നിങ്ങൾക്ക് മറക്കാം. വാക്ക് പാലിക്കാത്ത അഖിലാണ്ടേശ്വരി പിന്നെ ഈ തൃച്ചംബരത്തുണ്ടാവില്ല. വാക്കാണിത്. അറിയാമേ, അമ്മയുടെ വാക്ക് നിറവേറിയിരിക്കും. ഞങ്ങൾ കണ്ടെത്തി കൊണ്ടുവന്നിരിക്കും കല്യാണിയെ. അരവിന്ദ് ബ്രോ വാ. നിങ്ങൾ രണ്ടുപേരും സിറ്റിയിലേക്ക് പോകും, ഞാൻ ഈ ഭാഗത്തേക്ക് ആ പോവാം. ശരി. സുമണ വാ. വലിയുഞ്ഞേ, ഉം. ഞാൻ ഓടിക്കാം വലിയുഞ്ഞേ. വേണ്ട, ദാസേട്ടൻ മറ്റൊരു കാർ എടുത്തോ. കല്യാണി എവിടെ പോയിട്ടുണ്ടാവും? ക്ഷേത്രവും വീടും ഔട്ട് ഹൗസും അല്ലാതെ മറ്റൊരു ലോകവും ഇല്ലല്ലോ കല്യാണിക്ക്. ഒന്നുകൂടെ ക്ഷേത്രത്തിൽ അന്വേഷിക്കുമ്പോൾ എന്തെങ്കിലും ഒരു സൂചന കിട്ടുമായിരിക്കും. ക്ഷേത്രത്തിലേക്ക് ചെല്ലാം. അമ്മേ, എന്നെ അറിയല്ലോ അമ്മയ്ക്ക്. മുകളിലിരുന്ന് കാണുന്നുണ്ടോ അമ്മ എന്നെ? അച്ഛനും ചേച്ചിയും ഇവിടെ വന്ന് ഒരുപാട് സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഞാനൊരു വാക്ക് പോലും പറയാൻ വന്നിട്ടില്ല. അതുകൊണ്ടാ ചോദിച്ചത്, എന്നെ അറിയാമോന്ന്. അമ്മയില്ലാത്ത ഒരു അനാഥരെ പോലെയാണെന്നാ എല്ലാരും പറയുന്നത്. പക്ഷെ ഞാൻ അനാഥനല്ലെന്ന് ടീച്ചർ പറഞ്ഞു. അമ്മയെ പോലെ നോക്കുന്ന ഒരു ചേച്ചിയുണ്ട് എനിക്ക്. അതുകൊണ്ടാ ടീച്ചർ അങ്ങനെ പറഞ്ഞത്. വേണമെങ്കിൽ ചേച്ചി അമ്മയെന്ന് വിളിക്കാനും കളി പറഞ്ഞു. പക്ഷെ ഇപ്പോ ചേച്ചിയില്ല, അമ്മയില്ല എനിക്ക്. അമ്മ പറയേ, എവിടെ എന്റെ ചേച്ചി? ചേച്ചിയെയോ അമ്മ കൊണ്ടുപോയോ അങ്ങ്? എനിക്ക് എന്റെ ചേച്ചി വേണോ അമ്മ? ജീവിതത്തിൽ ഒന്നും ചോദിച്ചിട്ടില്ലല്ലോ ഞാൻ ഇതുവരെ. ഇപ്പൊ ആദ്യമായിട്ട് ചോദിക്കുക, എനിക്ക് എന്റെ ചേച്ചി വേണോ അമ്മ? എനിക്ക് എന്റെ ചേച്ചി തിരികെ വേണം. പ്ലീസ് അമ്മേ, പ്ലീസ്. അമ്മേ,